എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഈ വർഷത്തെ കൊറോണയ്ക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങൾക്കും ഒക്കെ ഇടയ്ക്ക് ഓണം ഇങ്ങെത്തി. പണ്ടൊക്കെ 10 ദിവസത്തെ ആഘോഷമായിരുന്നു ഓണം എന്ന് പറയുന്നത്. ഇപ്പം തിരുവോണം, പിന്നെ അതിനോട് ചേർന്ന് 4 ദിവസങ്ങളാണ് ഇപ്പം സാധാരണയായും ആൾക്കാരെല്ലാവരും ആഘോഷിക്കുക. അപ്പോൾ ഇന്ന് ഞാൻ ആദ്യമായിട്ട് ഇന്ന് ഇഞ്ചി കറി ഉണ്ടാക്കാൻ പോവുകയാണ്. എങ്ങനെ വരും എന്നൊന്നും ഒരു ഐഡിയ ഇല്ല. എങ്കിലും നമ്മുടെ മിയ ചേച്ചിയാണ് എൻ്റെ ഗുരു ഈ ഒരു കാര്യത്തിൽ. അപ്പോൾ നമുക്ക് ഇന്ന് മിയ ചേച്ചിയുടെ തന്നെ ഓണസദ്യക്കുള്ള ഇഞ്ചിക്കറി, അതായത് തേങ്ങ വറുത്ത് ചേർക്കാത്ത ഇഞ്ചിക്കറി, അതാകുമ്പോൾ അത് കുറച്ചും കൂടെ ലാസ്റ്റ് ചെയ്യും എന്നാണ് ചേച്ചി പറയുന്നത്. അപ്പോൾ എന്തായാലും ആ ഇഞ്ചിക്കറിയാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണെന്നും എങ്ങനെ അതാകുന്നു എന്നും നോക്കാം. അപ്പം നമുക്ക് നേരെ കിച്ചണിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഇഞ്ചിക്കറിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരു ഹാർഡ് ബേസ് ഉള്ള പാത്രം വേണം. അപ്പം ഒന്നെങ്കിൽ നിങ്ങൾക്ക് കുക്കർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇതേപോലത്തെ ഒരു പാനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല ഹാർഡ് ബേസാണ് ഇതിനുള്ളത്. അതേപോലെ തന്നെ ഇതെനിക്ക് ഇൻഡക്ഷനിലും ഹോട്ട് പ്ലേറ്റിലും ഗ്യാസിലും എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് പാത്രമാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഇഞ്ചി ഇങ്ങനെ 200 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഏകദേശം ചോപ്പ് രൂപത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പുളി, നമ്മുടെ വാളംപുളി ഇളം ചൂടുവെള്ളത്തിൽ നന്നായിട്ട് പിഴിഞ്ഞ് അതിനെ അരിച്ച് വെച്ചിരിക്കുന്നതാണ് ആ പുളിവെള്ളം. പിന്നെ അതേപോലെ തന്നെ ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട്. 2 കട്ട ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. രണ്ടും ഇടുമോയെന്നറിയില്ല, നമുക്ക് മധുരം അനുസരിച്ച് നമുക്ക് ആഡ് ചെയ്യാം. അതേപോലെ തന്നെ പച്ചമുളക് 2 എണ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇവിടെ പുളി കിട്ടുന്നത് ഇങ്ങനെയാണ് പാക്കറ്റിൽ. അപ്പം ഈ ഒരു പാക്കറ്റിനെ ഞാനൊരു അരഭാഗം പാതി എടുത്തിട്ടുണ്ട്. ഈ രീതിയിൽ കുരു ഉൾപ്പെടെയാണ് നമുക്ക് ഇവിടെ ഇങ്ങനെയാണ് പുളി കിട്ടുക. അതേപോലെ തന്നെ കറിവേപ്പില നമുക്കിവിടെ ഫ്രഷ് കറിവേപ്പില കിട്ടില്ല, ഒരിക്കലും കിട്ടാറില്ല. വർഷത്തിൽ ഒരിക്കൽ പോലും നമുക്കിവിടെ കറിവേപ്പില ഫ്രഷ് കിട്ടാറില്ല. അപ്പോൾ ഒന്നെങ്കിൽ നമ്മൾ ഫ്രോസൺ അല്ലെങ്കിൽ കറിവേപ്പില ഡ്രൈ ആണ് വാങ്ങാറുള്ളത്. കറിവേപ്പില ഡ്രൈ ഇങ്ങനെയാണ് നമുക്ക് പാക്കറ്റിലായിട്ട് കിട്ടുന്നത്. അപ്പം കറികൾക്കൊക്കെ നമ്മൾ ഇത് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇഞ്ചി അതിനകത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് പോലെ എടുക്കാം. നമ്മുടെ മിയ ചേച്ചി പറയുന്നൊരു പാകം എന്ന് പറഞ്ഞാൽ കിശ സൗണ്ട് കേൾക്കണം നീക്കുമ്പോൾ, ആ പാകമാണ്. അത് വരുന്ന വരെ നമുക്കതിനെ ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇഞ്ചി ജസ്റ്റ് എണ്ണയിലിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് കുക്കായി വരുമല്ലേ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഈ പച്ചമുളക് ചോപ്പ് ചെയ്തതും അതേപോലെ തന്നെ കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യം, ഈ ഇഞ്ചി വെച്ചിട്ട് എങ്ങും പോകല്ലോ കേട്ടോ. നമുക്ക് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടണം പറഞ്ഞിട്ട് എങ്ങും പോകരുത്. കാരണം പെട്ടെന്ന് ഇഞ്ചി അടിക്ക് പിടിക്കും. ഒന്ന് നന്നായിട്ട് ഫ്രൈ ആയി വരുന്നവരെ ഇത് അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പം നമ്മുടെ ഇഞ്ചി ഏകദേശം ഒന്ന് ആയിട്ടുണ്ട്. ഇനി ആ കിശ സൗണ്ടും കൂടെ കേൾക്കണം. അതെ, അപ്പം നമ്മുടെ ഇഞ്ചി ഇപ്പം കിശ സൗണ്ട് വരുന്നുണ്ട്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ട് നോക്കിക്കേ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മസാലപ്പൊടികൾ ചേർക്കാം. ഒന്നുമില്ല, വെറും മഞ്ഞൾപ്പൊടി, മുളക് പൊടി മാത്രം. മഞ്ഞൾപ്പൊടി 1/4 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, ഇത്രയാണ് ചേർത്തിട്ടുള്ളത്. ഈ പൊടികൾ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ ശേഷം നമ്മളുടെ പുളിവെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് പാകമാവും. നമ്മുടെ മസാലപ്പൊടികൾ നന്നായിട്ട് ആ എണ്ണയിൽ കിടന്ന് മൂത്ത് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇനി പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. പുളിവെള്ളം ഞാൻ ഫുള്ളും കൂടെ ഇപ്പോൾ ചേർക്കുന്നില്ല. ഞാൻ ജസ്റ്റ് ആവശ്യത്തിന് എനിക്ക് തോന്നുന്ന പുളി മാത്രമേ ഞാൻ ഇപ്പോൾ ചേർക്കുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ലാസ്റ്റ് കുറച്ചും കൂടെ പുളി വേണം തോന്നി അന്നേരം ആഡ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഇപ്പം ഞാൻ ജസ്റ്റ് ആ എടുത്ത് വെച്ചേക്കുന്നതിൻ്റെ പകുതി മാത്രമേ പുളിവെള്ളം ചേർത്തിട്ടുള്ളൂ. ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ കൂട്ടത്തിൽ തന്നെ ഞാൻ ശർക്കരയും ഒരു കട്ട ആഡ് ചെയ്ത് കൊടുക്കുവാണ്. അതിനുശേഷം ആ കട്ടയൊന്ന് അലിഞ്ഞതിന് ശേഷം ഞാൻ നോക്കും മധുരം മതിയോ. ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ മറ്റേ കട്ടയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാനാണ് പ്ലാൻ.
അപ്പോൾ ദേ ഞാൻ ചെക്ക് ചെയ്തു മധുരം പോരാ. അപ്പം ഞാൻ രണ്ടാമത്തെ കട്ടയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് അലിഞ്ഞ് വരട്ടെ കേട്ടോ. ആ സമയത്ത് നമുക്ക് നമ്മുടെ തടുക്ക ഒഴിക്കാനുള്ള പരിപാടി നോക്കാം. അപ്പം താളിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കടുക് പൊട്ടിച്ചിട്ട് കുറച്ച് വറ്റൽ മുളകും കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തിട്ട് അതൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിനെ കറിയിലേക്ക് ആഡ് ചെയ്യാം. അപ്പം നമ്മുടെ ഇഞ്ചിക്കറി നന്നായിട്ട് നല്ല കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ആദ്യം തന്നെ മിയ ചേച്ചി പറയുന്നുണ്ട്, ആദ്യം തന്നെ നമ്മുടെ പുളിവെള്ളം എടുക്കുമ്പോഴത്തേക്കും നല്ല വെള്ളം പോലെ എടുക്കണം, എങ്കിൽ മാത്രമേ നമ്മുടെ ഇഞ്ചിക്കറിക്ക് ചാറുണ്ടാവുള്ളൂ. അതെല്ലാവരും ശ്രദ്ധയിൽ വെക്കുക കേട്ടോ. ഇപ്പം നമ്മുടെ ഇഞ്ചിക്കറിയെ ഞാനൊരു ഗ്ലാസ് കണ്ടെയ്നറിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി റൂം ടെമ്പറേച്ചറിലായതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ വെക്കും. ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. സൂപ്പറായിട്ടുണ്ട് കേട്ടോ. നല്ല എരിവും മധുരവും ഒക്കെ നല്ല പാകത്തിനായിട്ടുണ്ട്. അടിപൊളി ഇഞ്ചിക്കറിയാണ്, സൂപ്പർ. അപ്പം നമ്മുടെ ഓണസദ്യക്കുള്ള ഇഞ്ചിക്കറി സക്സസ് ആയി. എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. എല്ലാവരും അടിച്ചു പൊളിക്കുക, ഓണം നന്നായി ആഘോഷിക്കുക.